ഗരുഡൻ ആകാശത്ത് പറക്കും, ഈച്ച അങ്കണത്തിൽ പറക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് കഴിവും കാര്യപ്രാപ്തിയുമുള്ളവൻ ആരെയും കൂസാതെ എത്ര ഉന്നതിയിലും വിരാജിക്കും. അതില്ലാത്തവൻ മറ്റുള്ളവരെ പേടിച്ച് ഏതെങ്കിലും മുക്കിലും മൂലയിൽ ഇരിക്കും എന്നർത്ഥം. ഇതാണ് ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന നമ്മുടെ ഇഡിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഏറെ വിവാദമുണ്ടാക്കിയ കൊടകര കുഴൽപ്പണ കേസിൽ ഇഡി കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സത്യം പറയാലോ, ആ കുറ്റപത്രം കണ്ട സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ഭാഷയെ പറഞ്ഞ പെറ്റ തള്ള സഹിക്കൂല. ഇത് കുറ്റപത്രമാണോ BJPയുടെ മംഗളപത്രമാണോ എന്ന് വിവരമുള്ള ആരും ഒന്ന് ചോദിച്ചു. കുറ്റപത്രം എന്ന് പറയുന്നതിലും ഭേദം തങ്ങളുടെ കുറ്റസമ്മതം എന്ന് ഇഡി തന്നെ തുറന്നു പറയുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്കായി നേതൃത്വത്തിന്റെ അറിവോടെ 3.5 കോടിയുടെ ഹവാല പണം കൊണ്ടുവന്നതാണ് ഈ കൊടകര കുഴൽപ്പണ കേസ്. കേരള പോലീസ് അത് വളരെ കൃത്യതയോടെ അന്വേഷിച്ച് കുറ്റപത്രം നൽകുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ദവിടുന്ന് ഇഡിയെ ദിങ്ങോട്ട് അയച്ചത്. ഇഡി ഇറങ്ങി ഇപ്പൊ കുഴൽപ്പണ കേസ് പ്രതികളെ എല്ലാം വേരോടെ പിഴുതെടുക്കും എന്നായിരുന്നു നാട്ടിലെ മണ്ടന്മാരുടെയൊക്കെ കണക്കൂട്ട്. സംഗതി കേസ് അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് ഇഡിക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. അതായത് കേസ് സത്യസന്ധമായി അന്വേഷിക്കാൻ തുടങ്ങിയ കേരളത്തിലെ മാത്രമല്ല, അങ്ങ് കർണാടകയിലെ വരെ മിക്കവാറും BJP നേതാക്കൾ അഴിയെണ്ണും. പിന്നെ നാട്ടിൽ രൂപീകരിക്കുന്നതിൽ കൂടുതൽ ശാഖകൾ ജയിലിനുള്ളിൽ രൂപീകരിക്കേണ്ടിയും വരും. എന്തിന്, സുരേന്ദ്രനൊക്കെ ജയിലിലായ BJPയുടെ സംസ്ഥാന കമ്മിറ്റി വരെ ജയിലിൽ വെച്ച് നടത്തേണ്ടി വരും. അതോടെ അപകടം മനസ്സിലാക്കിയ ഇഡി അടവങ്ങ് മാറ്റി. പോലീസിന്റെ കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്ന ധർമ്മരാജൻ എന്ന BJPയുടെ ഹവാല ഇടപാടുകാരനെ ഇഡി വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഈ കേസിൽ രാഷ്ട്രീയ ബന്ധമില്ലെന്നും ധർമ്മരാജൻ സ്വന്തം ആവശ്യത്തിന് കൊണ്ടുവന്ന പണം നാട്ടിലെ കുറേ പഹയന്മാർ ചേർന്ന് അടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണെന്നും എഴുതി അങ്ങ് വെച്ചു. ഇതോടെ കേസ് ആവിയാവുമെന്ന് ഏതാണ്ട് ഉറപ്പായി. നേരത്തെ സംസ്ഥാന പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇതേ ധർമ്മരാജൻ കാര്യങ്ങളെല്ലാം നല്ല മണി പോലെ പറഞ്ഞിരുന്നു. കെ സുരേന്ദ്രനുമായുള്ള ബന്ധം, മുമ്പ് പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ഇതുപോലെ കുഴൽപ്പണം കടത്തിക്കൊണ്ടുവന്ന കാര്യം, കർണാടകയിലെ ഉന്നത BJP നേതാക്കൾക്കുള്ള പങ്ക്, പലതവണയായി കൊണ്ടുവന്ന പണം ചാക്കുകളിലാക്കി BJP ഓഫീസിലേക്ക് കൊണ്ടുപോയത്, അങ്ങനെ A to Z കാര്യങ്ങൾ. പക്ഷെ ഇഡി വന്നതോടെ കഥ മാറി, കളി മാറി. പിന്നെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗതാഗതം, പശ്ചാത്തല സംഗീതം എല്ലാം അങ്ങ് കേന്ദ്രത്തിൽ നിന്നായി. തുടക്കത്തിൽ വില്ലൻ വേഷത്തിൽ നിന്നിരുന്ന ധർമ്മരാജൻ സിനിമയുടെ ക്ലൈമാക്സ് എത്തിയപ്പം നേരെ അങ്ങ് നായകനായി. കെ സുരേന്ദ്രനും M ഗണേശനും ഒക്കെ സൽസ്വഭാവികളും സൽഗുണ സമ്പന്നരുമായി. കേസ് സത്യസന്ധമായി അന്വേഷിച്ച കേരള പോലീസ് ആട്ടെ വെറും മണ്ടന്മാരുമായി. ഇതൊക്കെ കണ്ടും കേട്ട് ഞെട്ടിയ നമ്മൾ, അതായത് പൊതുജനം, വെറും കഴുതകളുമായി. സംശയിക്കണ്ട, നമ്മൾ കരുവന്നൂരിലും മറ്റും കണ്ടത് ഇതേ ഇഡിയെ തന്നെയായിരുന്നു. CPM നേതാക്കളെ അടക്കം കേസിൽ കുടുക്കാനും ചോദ്യം ചെയ്യാനും മുന്നിൽ നിന്ന ഇഡി. എന്തൊക്കെയായിരുന്നു അന്നവർക്ക് ജോലിയോടുള്ള ഒരു കൂറും ആത്മാർത്ഥതയും. ഇപ്പം മനസ്സിലായല്ലോ. കരുവന്നൂരിൽ ഇറങ്ങുമ്പോൾ കലിതുള്ളും, കൊടകരയിലെത്തിയ കാലിൽ വീഴും. ഇപ്പം അതാ മറ്റൊരു വാർത്തയും കൂടെ വന്നിരിക്കുന്നു. മുൻ ഇഡി ചീഫായിരുന്ന സഞ്ജയ് കുമാർ മിശ്രയെ പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുന്നു. മുൻ കേന്ദ്രമന്ത്രി P ചിദംബരം, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ശരത് പവാർ, ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവർക്കെതിരെയൊക്കെ കേസെടുത്ത കാലത്ത് ഈ മഹാനായിരുന്നു ഇഡിയുടെ തലവൻ. അപ്പം എങ്ങനെ, ആർക്കും സംശയമൊന്നുമില്ലേ?